നമസ്തേ, ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ. നമസ്കാരം. താങ്കളൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ചരിത്ര കുതുകിയാണ്. അതിൻ്റെ ബാക്കിയായിട്ട് ടിപ്പുവിനെ പറ്റി ഈ അടുത്ത കാലത്തൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ താങ്കൾ ചെയ്തത് മുഴുവൻ AI വെച്ചിട്ടായിരുന്നു ചെയ്തത്. അതങ്ങനെയാണത് കുറച്ചൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഈ AI കൊണ്ട് ഇത് ചെയ്തു തീർക്കാനായിട്ടുള്ള ആ ഒരു ചേതോവികാരം എന്തായിരുന്നു? അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2-2.5 വർഷമായിട്ട്, അതായത് AI സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് AI ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ രംഗത്ത്, അതായത് എൻ്റെ ജോലി സ്ഥലത്ത്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ AI ട്രെയിൻ ചെയ്യാനും, അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് റോൾ ഔട്ട് ചെയ്യാനും ഒക്കെ കഴിഞ്ഞ 2 വർഷത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം തുടർച്ചയായിട്ട് AI ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വിവിധ പ്രോംപ്റ്റിംഗ് ടെക്നിക്ക്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനൊരു കാര്യത്തിന് ഈ ഒരു ടിപ്പുവിൻ്റെ ഇപ്പം ചെയ്ത ആ ഒരു വീഡിയോയുടെ ബേസിക് സ്ക്രിപ്റ്റ് ഏകദേശം ഒരു 10 വർഷം മുൻപെങ്കിലും ഒരു ആർട്ടിക്കിളിൻ്റെ രൂപത്തിൽ ജനനത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇതിന് മുമ്പ് എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് കയ്യിലുള്ളപ്പോൾ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും. ഈ ചരിത്രം വായിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ആ ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വിഷ്വൽസ് പലപ്പോഴും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അതൊരു വിഷ്വലായി കാണുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതൊരു ചലഞ്ചാണ്. കാരണം നിലവിലത്തെ AI ടെക്നോളജികളൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക്, കുറച്ച് സെക്കൻഡുകൾക്കപ്പുറത്തേക്ക് ഒരു വീഡിയോ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പിന്നെ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അങ്ങനെ ടെക്നിക്കലി ധാരാളം ചാലഞ്ചസ് ഉള്ളൊരു മേഖലയാണ്. പക്ഷേ അതെന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊന്ന്. 2, ചരിത്രം ഒരു വിഷ്വലൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ള 2 കാര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ആ 2 ക്യൂരിയോസിറ്റികളും. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യണം, സിനിമയിൽ പ്രവർത്തിക്കണം, അങ്ങനെ നമ്മുടെ ഒരു കുട്ടിക്കാലം തൊട്ട് പലർക്കും ഉണ്ടാകുന്ന ആഗ്രഹമൊക്കെയാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സഫലീകരണമാണ് ഒരു AI വീഡിയോ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. AIയുടെ പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകളും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു പുസ്തകമായിട്ട് എഴുതി മാറ്റുകയും അതിനെ ആമസോണിൽ പബ്ലിഷ് ചെയ്യുകയും, എനിക്ക് തോന്നുന്നു കിൻഡലിൽ കുറച്ച് പേരെങ്കിലും അത് വാങ്ങി വായിച്ചിട്ടുണ്ടായിരിക്കും. താങ്കൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന മുഴുവൻ പൈസയും ചാരിറ്റി കൊടുക്കും എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിരുന്ന ഒരു സംഗതി കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു പുസ്തകത്തിന് കിട്ടിയ സ്വീകാര്യത എങ്ങനെയാണ്? അത് എന്തുമാത്രം ജനങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ താല്പര്യമുള്ളവരിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് എത്തി എന്നുള്ളത് അതിനെപ്പറ്റി എന്താണ്? അത് വളരെ നന്നായി സ്വീകാര്യത കിട്ടിയിരുന്നു. ഞാനൊരു 2 ദിവസത്തേക്ക് ആമസോണിൻ്റെ അവരുടെ ഒരു പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന അവർ കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് ചില അഡ്വർടൈസ്മെൻ്റൊക്കെ അവർ ചെയ്തു തരുന്ന അവരുടെ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്ത സമയത്ത് ഒരു ദിവസം അത് ആമസോണിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു. ഒരു ദിവസം അത് വളരെയധികം ആമസോണിൽ നിലവിലൊരു 15 5-സ്റ്റാർ റേറ്റിംഗ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തുക, റോയൽറ്റി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു തുക ഇതുവരെ ആമസോണിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാനത് കുറച്ചുകൂടി ഏകദേശം 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ആ കിട്ടുന്ന തുക ഏതെങ്കിലും ഒരു ചാരിറ്റിയെ കണ്ടെത്തി അതിന് കൊടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് താങ്കളോട് അഭിപ്രായങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നോ? അതായത് ഇതെന്തുമാത്രം അവർക്ക് ഉപകാരപ്പെട്ടു, ഇതെന്തുമാത്രം അവരെ മറ്റൊരു ലെവലിലേക്ക് AI ടെക്നോളജിയെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് എന്തുമാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളത് താങ്കളുടെ അടുത്ത് ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബുക്ക് കുറേ കൂടി ഒരു നീഷാണ്. അതായത് അത് ഒരു വലിയൊരു ബ്രോഡ് ഓഡിയൻസിനെ ലക്ഷ്യമാക്കി കൊടുത്തിട്ടുള്ളതല്ല. അതായത് ഡെവലപ്പേഴ്സിന്, ടെക്നോളജി ഉപയോഗിക്കുന്ന ഡെവലപ്പേഴ്സിന് എങ്ങനെ കോഡിങ് ബെറ്റർ ആക്കാം എന്നൊരു ആസ്പെക്റ്റിലാണ് ആ പുസ്തകം മുഴുവൻ. അതായത് അതിൻ്റെ പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒന്നല്ല. ഇപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്താണ് ആലോചിക്കുന്നത്, ഒരു പക്ഷേ സാധാരണക്കാരെ ലക്ഷ്യമാക്കിയിട്ടുള്ള അങ്ങനൊരു പുസ്തകം ഒരു പക്ഷേ കൂടുതൽ ആളുകൾക്കത് മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനൊരു പദ്ധതി അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ സമയം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കൊണ്ട് ഇതുവരെ നടന്നില്ല. എന്തായാലും ഈ ഒരു
വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എയുടെ സാധ്യതകളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന് ഒരു ചെറിയൊരു വിവരണം തന്നാൽ വളരെ നന്നായിരിക്കും. ഇപ്പം എയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് തുടങ്ങി ചോദിച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ, ഇപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കലും പാട്ട് പാടാൻ പറ്റിയിട്ടുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല, കഴിയില്ല. ഇനി എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ പാടുന്നത്, അതെ അതെ, എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ പാട്ട് പാടുന്നത്. അപ്പം പടം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇമേജസ് ഉണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലുള്ള എനിക്ക് എൻ്റെതായിട്ടുള്ള സംഗീതം എൻ്റെ മനസ്സിലുണ്ട്, ചിത്രങ്ങൾ, ഇമേജസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വെളിയിലേക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഈ എയോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജസിനെ കുറിച്ചുള്ള എൻ്റെ വിഷ്വൽസ് എനിക്കൊരു ടെക്സ്റ്റായി നന്നായി എഴുതാൻ പറ്റും. എനിക്ക് നന്നായി എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക്, അതായത് പ്രോംപ്റ്റിങ് എന്നെക്കൊണ്ട് പറ്റും. നന്നായി പ്രോംപ്റ്റ് ചെയ്തെടുത്താൽ എൻ്റെ മനസ്സിലുള്ള വിഷ്വൽസ് അതേപോലെ ഒരു ഇമേജ് ആക്കി എടുക്കാൻ എനിക്ക് പറ്റും. അതേപോലെ തന്നെ സംഗീതം, മ്യൂസിക്, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഇതിലൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളെ, അതിൻ്റെ ആമുഖമായിട്ടുള്ള പാട്ടുകളെ, അതും വിവിധ ഭാഷകളിൽ, ഈ ഇതിന് വേണ്ടിയിട്ട് 2 എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട്, ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരു അറബിയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എയെ കൊണ്ട് എഴുതിപ്പിച്ച് എയെ കൊണ്ട് തന്നെ മ്യൂസിക് ചെയ്യിപ്പിച്ചു, അറബി അറിയാത്ത ഞാൻ. പക്ഷേ അതിൻ്റെ ബേസിക് വരികൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കൊടുത്തിട്ട് അത് അറബിയിലാക്കി അത് മ്യൂസിക് ചെയ്യിപ്പിക്കുകയും അതും എനിക്ക് ഒരു പക്ഷേ ആ ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 15-20 തവണയെങ്കിലും വീണ്ടും പ്രോംപ്റ്റിംഗ് കൊടുത്ത് റിഫൈൻ ചെയ്ത് പല മ്യൂസിക്കുകൾ, ട്യൂണുകൾ കേട്ടിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ, ഒരു പക്ഷേ ഇത് കേട്ടിട്ട് അത് മഹത്തായ സംഗീതമാണെന്നൊന്നുമല്ല, എനിക്ക് വ്യക്തിപരമായി സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അതുപോലെ തന്നെ സംസ്കൃതത്തിലൊരു 2ാമതൊരു പാട്ട് സംസ്കൃതത്തിൽ ചെയ്തു. അതും ഇതുപോലെയാണ്. സംസ്കൃതം അറബിയേക്കാൾ കുറച്ചുകൂടി എനിക്ക് മനസ്സിലാവും. അതും ചെയ്തു. പിന്നെ അതിൻ്റെ ഇമേജസ്, അപ്പം ആലോചിച്ച് നോക്കണം, ഇതൊന്നും ബേസിക്കലി ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ. എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ AI ടൂളുകൾ നമുക്ക് തരുന്ന ഒന്നാണ്. അത് ഈ ഒരു രംഗത്ത് മാത്രമല്ല, കോഡിങ്, എഴുത്ത്, ചില ആളുകളുടെ മനസ്സിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാൻ സാധിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിലുള്ള വിഷ്വൽസ് എനിക്ക് എഴുതി മനസ്സിലാക്കിക്കാൻ പറ്റും. പക്ഷേ അത് എഴുതാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരിക്കാം, അവർക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ കോഡിങ്, ചില ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാകും, പക്ഷേ അവർക്കതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ രൂപത്തിൽ എഴുതാൻ സാധിക്കില്ല, അവർക്ക് എഴുതാൻ സാധിക്കും. അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു അഭിരുചി ഉണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് അതൊരു ഔട്ട്പുട്ടായി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ AI ടൂളുകളെല്ലാം നിങ്ങൾക്ക് ആ ഔട്ട്പുട്ട് ആക്കിയെടുക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഔട്ട്പുട്ട് ആക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അതായത് മനുഷ്യൻ്റെ എബിലിറ്റികളെ ഒരു 5-10 മടങ്ങാക്കി. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ എഴുതിയൊരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം ബേസിക്കലി അതിൻ്റെ കണ്ടന്റ് ഏതാണ്ട് മുഴുവനായും AI കൊണ്ട് എഴുതിപ്പിച്ചാണ്. അതായത് അതെ വരികൾ എന്താണ് വേണ്ടത്, അതായത് പുസ്തകത്തിൻ്റെ മുഴുവൻ സ്ട്രക്ചർ എന്താണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്തൊക്കെ ചാപ്റ്ററുകളാണ് വേണമെന്നും ഏത് ചാപ്റ്ററിൽ എന്ത് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ആദ്യമേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെ അങ്ങനൊരു ബുക്ക് എഴുതി തീരാൻ എനിക്ക് 3 അതിലധികമോ മാസത്തെ ഡെഡിക്കേറ്റഡ് എഫേർട്ട് വേണം. പക്ഷേ ഞാനിത് ഒറ്റ ആഴ്ച കൊണ്ട് എഴുതി കഴിഞ്ഞു. അതായത് ഈ ഒരു ഐഡിയ ഉണ്ടായതിനു ശേഷം ChatGPT കൊണ്ടാണ് അത് എഴുതിപ്പിച്ചത്. ChatGPT ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനൊരു ഡെഫിനേഷൻ കൊടുത്തു, ഇതാണ് എനിക്ക് വേണ്ട ഗൈഡ് ലൈൻസുകൾ കൊടുത്തു. ആ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്, കണ്ടൻറ് ഇതാണ്, ഫ്ലോ ഇതാണ്, ഓഡിയൻസിന് ഇത് വായിക്കുന്ന ആൾക്ക് ഇതാണ് മനസ്സിലാകേണ്ടത്, ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് കൊടുത്തതിന് ശേഷം അതിനെക്കൊണ്ട് എഴുതിപ്പിച്ചു. അത് ആദ്യ സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ നേരത്തെ എഴുതിയിട്ടുള്ള 1-2 ഇംഗ്ലീഷ് റൈറ്റപ്പുകൾ കൊടുത്തിട്ട് ഇതാണ് എൻ്റെ സ്റ്റൈൽ, എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് എഴുതിപ്പിച്ച് കഴിയുമ്പോൾ അത് കുറേ കൂടി എൻ്റെ ശൈലിയിലായി വന്നിട്ടുണ്ട്. അതായത് ആദ്യമേ ChatGPT തന്ന ചാപ്റ്റർ 1 വേറൊരു ശൈലിയായിരുന്നു. അതിനെ മാറ്റാനായിട്ട് നിങ്ങളുടെ ഒരു നേരത്തെ ഒരു റൈറ്റപ്പിനെ എടുത്ത് റെഫറൻസ് ആയിട്ട് കൊടുത്ത് ഈ ശൈലിയിലേക്ക് ആ ചാപ്റ്റർ 1നെ റീറൈറ്റ് ചെയ്യാൻ ChatGPTയോട് പറഞ്ഞപ്പോൾ അത് പിന്നെ റീറൈറ്റ് ചെയ്തു. അതെ, ശരിക്കും
ചാറ്റ് ജി പി ടിയെ കൊണ്ട് പൂർണ്ണമായി എഴുതിപ്പിച്ച ഒരു സാധനമാണെങ്കിൽ പോലും അതിൻ്റെ ഓണർഷിപ്പ് മാനസികമായി നമുക്ക് മാനസികമായൊരു ഓണർഷിപ്പ് ഉണ്ടാവുമല്ലോ. അത് ഞാൻ എഴുതിയുള്ളത് ചാറ്റ് ജി പി ടി എഴുതിയതാണ്, അങ്ങനെയല്ല. അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് മാനസികമായൊരു 80-90% എനിക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം എൻ്റെ ശൈലിയാണ്, അതിൻ്റെ കണ്ടൻറ്റ് തുടക്കം മുതൽ തീരുന്നിടം വരെ എന്താണെന്ന് എനിക്കറിയാം, എന്ത് ഇവിടെ വരണം എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് എഴുതി തീരാനെടുക്കുന്ന സമയമുണ്ടല്ലോ, ഒരു ചാപ്റ്റർ ഒരു പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ ഒരു 3-4 ദിവസം എടുക്കുമെങ്കിൽ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ് തീർന്നു കിട്ടും. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഈ 2 കാര്യങ്ങളും, ഒന്ന് നമുക്ക് ഇല്ലാത്ത ഒരു കഴിവ് പക്ഷെ നമുക്ക് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. 2 ഉള്ള ഒരു കഴിവ് തന്നെ അതിനെ ഒരു 4-5 മടങ്ങാക്കി ഉയർത്താനും പറ്റും. ഈ 2 തലങ്ങളിലും AI നമ്മളെ സഹായിക്കും. അതായത് നമ്മുടെ സമയം ലാഭം കിട്ടും ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്താ പറയുക, വേറൊരു നല്ലൊരു ലെവലിലേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുപോകാൻ പറ്റും. ഈ നല്ലൊരു ലെവലിലേക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരിക്കലും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എലിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് എനിക്ക് ഒരു ബുക്ക് എഴുതാൻ കഴിവില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ചാറ്റ് ജി പി ടിയെ കൊണ്ട് ഒരിക്കലും ഒരു ബുക്ക് എഴുതിപ്പിക്കുക ഈ ലെവലിൽ എഴുതാൻ സാധിക്കില്ല. അതൊരു വസ്തുതയാണ്. അതായത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരാൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ അതിനെ എൻഹാൻസ് ചെയ്യാൻ എഐക്ക് സാധിക്കും. അതല്ലാതെ ഇല്ലാത്തൊരു കഴിവ് ഇല്ലാത്തൊരു കഴിവ് നമുക്ക് കുറച്ച് ചെറിയൊരു ആവറേജ് ലെവലിൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാൻ ഇപ്പം ജെമിനൈ പ്രോയിൽ നമുക്ക് മലയാളവും കിട്ടും. നല്ല മനോഹരമായിട്ട് തംബ്നെയിൽസ് ഉണ്ടാക്കി തരും, മലയാളത്തിൽ തംബ്നെയിൽസ് ഉണ്ടാക്കി തരും. അത് കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പക്ഷേ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ജിമ്പിലും ഫോട്ടോഷോപ്പിലും ഒക്കെ ഇട്ട് ഞാൻ തന്നെ തംബ്നെയിൽസ് ഉണ്ടാക്കാൻ നോക്കുന്നതിലും ബെറ്ററാണത് ഈ ജെമിനി ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഇതിനൊരു ലിമിറ്റുണ്ട്. കാരണം ഇതിനെല്ലായ്പ്പോഴും ഒന്നുകിൽ അത് ട്രെയിൻ ചെയ്ത് അതിന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ഡിസൈനുകൾ, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് കൊടുക്കുന്ന ഡിസൈനുകൾ, ഇതിൽ നിന്നാണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരിക്കലും ടാലൻ്റായിട്ടുള്ള ഒരാൾ ഉണ്ടാക്കുന്ന അയാളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ അടുത്തേക്ക് എത്തില്ല. എല്ലായ്പ്പോഴും നമ്മൾ മറ്റാരെങ്കിലും അതിനു മുമ്പ് ചെയ്തു വെച്ച ഒന്നെടുത്ത് കൊടുത്തിട്ട് അതിനെ റെഫറൻസ് ആയിട്ട് കൊടുത്ത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സ്റ്റൈലിൽ നിന്ന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാക്കിയൊക്കെ അല്ലാതെ ഒരു ഒറിജിനൽ ഐഡിയ, അതാണ് അതിൻ്റെ പ്രധാന പോയിന്റ്. ഒരു ഒറിജിനൽ ഐഡിയ, ഒരു ഒറിജിനൽ ക്രിയേറ്റിവിറ്റി, ഒറിജിനൽ ഇമേജ്, ഒറിജിനൽ റൈറ്റപ്പ്, ഒറിജിനൽ മ്യൂസിക്, ഇതൊന്നും ഉണ്ടാക്കാൻ ഒരിക്കലും നിലവിലത്തെ AI ടെക്നോളജികൾക്ക് സാധിക്കില്ല. ഇപ്പോൾ അറിയാലോ, ട്രംപ് വന്നു, H-1B വിസകൾക്ക് ഇത് ഏർപ്പെടുത്തി. ഇനി ഔട്ട്സോഴ്സിങ്ങിന് ചിലപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയേക്കാം. അങ്ങനെയൊക്കെ ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഒരു ചെറിയ ഇത് വന്നിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യൻ IT ഇൻഡസ്ട്രി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നു AI IT ഇൻഡസ്ട്രിയിലെ ജോലികളെ ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി എന്താണ് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയാനുള്ളത്? ഇതിൻ്റെ ഉത്തരം നമ്മൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും AI എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഒരു 30%-നും 50%-നും അടുത്തുള്ള നിലവിലുള്ള ജോലികളെ AI ബാധിക്കും. അതിലൊരു സംശയവുമില്ല. കാരണം എൻ്റെ തന്നെ അനുഭവം എടുത്താൽ, അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ചെറിയൊരു ശതമാനം, അതായത് നമ്മൾ അവർക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരിൽ ചെറിയൊരു ശതമാനം, അതായത് ടോപ്പ് ഒരു 10-20% അവരെപ്പോഴും ടോപ്പ് പെർഫോമേഴ്സാണ്. AIക്ക് മുൻപും അവർ ടോപ്പ് പെർഫോമേഴ്സാണ്. അവർ മറ്റുള്ളവരെക്കാളും വേഗത്തിൽ തീർക്കുകയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ടോപ്പ് ലെയർ ഓഫ് ഒരു ടീമുണ്ടല്ലോ, അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഒരു 4-5 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നൊരു പയ്യനുണ്ട്. അവൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിക്ക സമയത്തും അവൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. നിലവിൽ അവൻ മറ്റുള്ളവർ ഡെലിവർ ചെയ്യുന്നതിനേക്കാളും 2-3 മടങ്ങ് ജോലി അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അവൻ മിക്ക സമയത്തും ഫ്രീ ആണ്. അവൻ കുറച്ചുകൂടെ ഫ്രീ ആയി കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ടോപ്പ് എൻഡിലുള്ള ആളുകളെ കുറിച്ചാണ്. ബോട്ടം എൻഡിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി താഴേക്ക് പോയി AI യൂസ് ചെയ്തിട്ട്. കാരണം
അവർ ജനറേറ്റ് ചെയ്യുന്ന കോഡ് മോശമാണ്. കാരണം അവർക്ക് കൃത്യമായി ഈ പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകൾ എന്താണെന്ന് അറിയില്ല, എങ്ങനെ ഈ എയുടെ കോണ്ടെക്സ്റ്റ് അതിൽ ഉപയോഗിക്കണം എന്നറിയില്ല, എന്ത് പറയണം, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതായത് അവരുണ്ടാക്കുന്ന കോഡ് മോശമാണ്, അത് അതിൻ്റെ ക്വാളിറ്റി കുറവാണ്, അത് നിരന്തരം റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അവർ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിവ്യൂ ചെയ്യുന്ന ആളുകൾ അത് റിജക്റ്റ് ചെയ്യുക, അവർ തന്നെ റൺ ചെയ്യുന്ന സമയത്ത് പ്രശ്നമാണ്, കോഡ് കോംപ്ലക്സിറ്റി കൂടുതലാണ്, മോശം കോഡാണ്. അപ്പം ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവരെത്ര ശ്രമിച്ചാലും ഉപയോഗിച്ചിട്ട് പ്രൊഡക്ടിവിറ്റി ഉയർത്താൻ പറ്റില്ല. നമ്മൾ നോർമൽ അവസ്ഥയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ടോപ്പ് ഞാനൊരു 20 പറഞ്ഞു, ടോപ്പ് ഒരു 50% ആളുകൾ എടുത്താൽ ഈ 50% ആളുകൾക്ക് താഴെയുള്ള ഒരു 50% ആളുകൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും, ഒരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനികൾ അതിൻ്റെ അവരുടെ പ്രോഫിറ്റ് മാർജിനെ പറ്റിയിട്ടും ജോലി തീർക്കുന്ന സമയത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അവർ നാച്ചുറലി എത്തുന്നൊരു കൺക്ലൂഷൻ, അവർക്ക് ഈ ബോട്ടം 50%-ൽ ഒരു പക്ഷേ അവർ കുറച്ച് കൺസിഡർ ചെയ്തിട്ടൊരു 10-20% ആളുകളെ കൂടി സൂക്ഷിച്ചേക്കാം. പക്ഷേ താഴെയുള്ളൊരു 30, അത് ഈ ഒരു പ്രൊഫഷനിൽ മാത്രമല്ല ഉള്ളത്. ഞാൻ IT കുറിച്ച് പറഞ്ഞു, IT-ൽ മാത്രമല്ല, ഇപ്പം ഡോക്ടർമാരുടെ കാര്യം എടുക്കാം. ഒരു രോഗിയെ കണ്ട് അനാലിസിസ് നടത്തുന്ന കാര്യത്തിൽ നിലവിൽ ഒരു ഹ്യൂമൻ ഡോക്ടറെക്കാളും ബെറ്ററായി എക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിംറ്റംസ് കൊടുത്താൽ, ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്താൽ, സിംറ്റംസ് കൊടുത്താൽ അത് ഈ ഡോക്ടർ ചെയ്യുന്ന, അതായത് ഒരു സാധാരണ ഡോക്ടർ ചെയ്യുന്ന ഇതിനെക്കാട്ടിലും വേഗത്തിൽ ഒരു റിപ്പോർട്ട് അനലൈസ് ചെയ്ത് എന്താണ് പ്രശ്നം എന്ന് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഡോക്ടർമാരുടെ കേസിലെടുക്കുക, ഒരു ബെറ്റർ ഡോക്ടർ, കൂടുതൽ കേപ്പബിലിറ്റി ഉള്ളൊരു ഡോക്ടറിന് ഒരു രോഗിയെ കണ്ട് പെട്ടെന്ന് രോഗവിവരം മനസ്സിലാക്കാനും റിപ്പോർട്ട്, അതായത് ഇയാൾക്കൊരു അനാലിസിസ് ഉണ്ടായിരിക്കുമല്ലോ, അത് പെട്ടെന്ന് വെരിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ അതായത് എന്ത് രോഗമാണെന്ന് പെട്ടെന്ന് നിർണ്ണയിക്കാനും, അതായത് ഇയാളുടെ ജോലിഭാരം തന്നെ ഒരു 4-5 ടൈംസ് കുറേ വേഗത്തിലാക്കാൻ സാധിക്കും ഈ ഒരു ഡോക്ടറിൻ്റെ. അതായത് ടോപ്പ് ക്വാളിറ്റി ഡോക്ടർമാർക്ക് അവരുടെ വർക്ക് കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. അതേസമയം ഇക്കാര്യങ്ങളിൽ കഴിവില്ലാത്ത അതായത് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തവരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് കുറയും. അതായത് എല്ലാ മേഖലയിലും ചെയ്യുന്നത് നമുക്കുള്ള കഴിവിനെ എൻഹാൻസ് ചെയ്യുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതായത് ആ താഴേക്കിടയിലുള്ള അതായത് പ്രത്യേകിച്ച് ഒരു ജോലി അതായത് ഫിസിക്കൽ ലേബർ വേണ്ടാത്ത ക്രിയേറ്റിവിറ്റി വേണ്ടാത്ത നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന റെപ്പറ്റേറ്റീവ് പ്രോസസ്സ് അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യും എന്ന കാര്യത്തിലുള്ള സംശയമില്ല. അല്ല, ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം മോറോർലെസ് ടെക്നിക്കലായിട്ടുള്ള കോഡിംഗ് ആണ്. ആയിക്കോട്ടെ, ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. പക്ഷേ ഇവർക്ക് മേലെ ഒരു ലെയർ ഉണ്ടല്ലോ. ഉദാഹരണം താങ്കൾ പറയും, താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയും. അപ്പോൾ താങ്കളൊരു മാനേജ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ലീഡ് പ്ലസ് ലെവലിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള വർക്കുകളെ ഈ AI വെച്ചിട്ട് എങ്ങനെ അങ്ങനെയുള്ള മാനേജർമാരുടെ എണ്ണം ഈ AI വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റുമോ കമ്പനികൾക്ക്? അതായത് നിലവിലത്തെ ടെക്നോളജി വെച്ചിട്ട് അടുത്തൊരു 2-3 വർഷത്തേക്കെങ്കിലും ഈ ഒരു ലെവലിൽ ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ജോബ് കട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ്. കാരണം എന്താണ് മിഡിൽ ലെവൽ മാനേജറുടെ ഒരു ദൈനംദിന ജോലി? കാര്യങ്ങളെ ഏകോപിപ്പിക്കുക, ടാസ്കുകൾ അസൈൻ ചെയ്യുക, മറ്റുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഇതൊക്കെ പലപ്പോഴും ഇപ്പം നമ്മളൊരു സാധാരണ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു ലീഡ് ഉണ്ടാവും, ഒരു എഞ്ചിനീയറിംഗ് മാനേജർ, സീനിയർ എഞ്ചിനീയറിംഗ് മാനേജർ, അല്ലെങ്കിൽ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, VP, അങ്ങനെ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും മിക്ക ടെക്നോളജി കമ്പനികളും പോകുന്നത്. ഇതിന് സമാനമായിട്ടുള്ള സ്ട്രക്ചറാവും എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഇതിൽ ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് മാനേജർമാർ, ഒരു പക്ഷേ സീനിയർ മാനേജർമാർ, ഈ റോൾ, ഇവരുടെ ദൈനംദിന പ്രവർത്തികൾ ഇതാണ്. താഴേക്കിടയിലുള്ള ജോലികൾ നോക്കുക, ഏകോപിപ്പിക്കുക. പക്ഷേ ഇവർ പ്രൊഡക്റ്റീവായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ശരിക്കും ഇവർ ചെയ്യുന്ന എല്ലാ വർക്കും ഇവരുടെ തൊട്ട് മുകളിലുള്ള ഒരു ലെവലിലെ ആളിന് അവർക്ക് വേണ്ടിയിട്ട് അവർ ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്ക് ചെയ്യുന്നു എന്നാണല്ലോ ഈ മിഡിൽ ലെവൽ മാനേജർമാർ മിക്കവാറും ചെയ്യുന്നത്. ഇതിനെ റീപ്ലേസ് ചെയ്യാനൊരു ടൂൾ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണുള്ളത്? അതിൽ ഈ വിഭാഗത്തിൽ ആകെ വരുന്ന ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ദൈനംദിന പ്രവർത്തികൾ,
ദൈനംദിന പ്രവർത്തികൾ മാനേജർമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂൾ ഉണ്ടാവുകയും, ഉദാഹരണത്തിന് ഒരു 200 പേര് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം. 20 പേര് വീതം 5 മാനേജർമാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് വിചാരിക്കാം. ഈ 5 മാനേജർമാരും ഒരു സീനിയർ മാനേജറിനും ഒരു ഡയറക്ടറിനും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സ്ട്രക്ചർ എന്ന് വിചാരിക്കാം. ഇതിൽ ഈ 200 പേരെയും ഒരു AI ടൂളിന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി, അതായത് അവരുടെ ഈ ദൈനംദിന ജോബ് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ, ഈ മുഴുവൻ കാര്യങ്ങളും ഒരു ടൂളിലൂടെ AI ടൂളിലൂടെ നോക്കാം. അതിനുശേഷം 1-2 മാനേജർമാർ മാത്രം മതിയാവുമല്ലോ ഇവരുടെ ഹ്യൂമൻ റിസോഴ്സ് ആസ്പെക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പറഞ്ഞ അതേ ഉദാഹരണമാണ് ഈ 200 പേരുള്ളൊരു കമ്പനി. അതിൻ്റെ അകത്ത് ഒരു 50 പേരോളം മാനേജർമാരാണെന്ന് വിചാരിക്കുക നിലവിൽ. ബാക്കി 150 പേരോളം എന്താണ് ഹൈറാർക്കിയിൽ പല പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആ 150 പേരെ 50 പേരിൽ നിന്ന് 10 മാനേജറിലേക്ക് അല്ലെങ്കിൽ ഡയറക്ടർ താഴേക്ക് ആ ഒരു ഹൈറാർക്കി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 150 പേരെ ആ മനുഷ്യരെ മനസ്സിലാക്കി, അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കി, അവരുടെ വീക്ക്നെസ്സുകൾ, ഒബ്വിയസ്ലി ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൾക്കാരെ എവിടെയാണ് അവർ വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് അവർ ഒരു SWOT അനാലിസിസ്. അപ്പോൾ SWOT അനാലിസിസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്താണല്ലോ നമ്മൾ പുതിയ റിസോഴ്സിനെ അല്ലെങ്കിൽ ഒരു റിസോഴ്സിനെ ബെറ്റർ ആക്കുന്നത്. അങ്ങനെയാണല്ലോ ഒരു ഗ്രോത്ത് വരുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാരാണ് നാളെ മാനേജറായിട്ടും ആർക്കിടെക്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ലോവർ ലെവലിൽ നിന്നുള്ള ഗ്രോത്ത് കുറയും. പ്ലസ് ഈ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ ടൂളിന് ഒരു ഹ്യൂമൻ മൈൻഡിന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഒരു ഹ്യൂമൻ ടൂളിന് ഒരു AI ടൂളിന് അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ചോദ്യം. ഇല്ല, അതിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു കരിയർ ഗ്രോത്ത് അതിൻ്റെ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആണ്. വർഷങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു മാനേജറിന് നമ്മളിപ്പോൾ ഈ ഒരു 10 മാനേജർമാരിൽ നിന്ന് 5 മാനേജർമാരിലേക്കോ 2 മാനേജർമാരിലേക്കോ കുറച്ചാലും ഈ ഒരു മാനേജറിനും സപ്പോർട്ടിംഗ് ടൂൾസ് ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കാനിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നിലവിൽ തന്നെ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അവരുടെ മെയിൽ അക്സസ്സുകൾ AI ടൂളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, നമ്മൾ തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷൻ, നമ്മുടെ മെയിലുകൾ, ചാറ്റുകൾ, ഇതൊക്കെ ഇത് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ എൻ്റർപ്രൈസ് ലെവൽ 1-on-1 കോൺവെർസേഷൻസ് നമുക്ക് അതിനുശേഷം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് ടൈം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു മാസത്തിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത തവണ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമായിട്ട് ഒരു 1-on-1 കോൺവെർസേഷൻ നടക്കുക. ഇത് നടക്കുന്ന സമയത്ത് ഈ AI തന്നെ എനിക്ക് തരുന്നുണ്ടാവും, ഇതാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്, അതിനുശേഷം ഈ മാസം ഇതാണ് നടന്നത്, ഇവൻ ഇതൊക്കെ ചെയ്തു, ഈ ഏരിയയിലാണ് മാറ്റങ്ങൾ വേണ്ടത്. അതായത് ഒരു ഹ്യൂമൻ ലെവലിൽ നമ്മൾ അസസ് ചെയ്തെടുക്കാനും ഈ ഡേറ്റ കളക്ട് ചെയ്യാനും എടുക്കുന്ന നമ്മുടെ ടൈം ഉണ്ടല്ലോ, അതിവിടെ കട്ട് ചെയ്ത് തന്നു. ഇപ്പോഴും ഈ ഹ്യൂമൻ ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡോക്ടറിൻ്റെ കേസിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിൻ്റെ ദൈർഘ്യമാണ് കുറയ്ക്കുന്നത്. ഹ്യൂമൻ എന്ന നിലയിൽ അൾട്ടിമേറ്റ്ലി ഇവൻ്റെ കരിയർ പ്രോഗ്രസ്സിന് ഞാൻ എന്താണ് ചെയ്തെടുക്കണം എന്നുള്ള ഡിസിഷൻ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ ഡേറ്റ ഗ്യാദർ ചെയ്യാനുള്ള വേഗത AI കുറച്ച് തരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അസസ്മെന്റ് ടൂളായിട്ട് തന്നെ അത് തീർച്ചയായിട്ടും AI വർക്ക് ചെയ്യും. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ഒറിജിനൽ ഐഡിയകൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ AIക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഒരു ഹ്യൂമൻ ഇത് വേണമല്ലോ. ഇതിനെ നമുക്ക് AI വെച്ച് എഡിറ്റ് ചെയ്ത് അനാവശ്യമായ സംഗതികൾ എഡിറ്റ് ചെയ്ത് മാറ്റുകയും അങ്ങനെയുള്ള സംഗതികളൊക്കെ AI വെച്ച് ചെയ്യാൻ പറ്റുമോ? അത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെ വേണ്ടേ ഇത് ചെയ്യാനായിട്ട്? അല്ല, അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺസ് ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഓൾറെഡി AI ടൂൾസ് ഉണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ്, അതായത് എഡിറ്റിങ്ങിൽ ഞാനത് പൂർണ്ണമായിട്ട് AI ബേസ്ഡ് എഡിറ്റിംഗ് ടൂൾസ് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല, ഉണ്ടാവാം. പക്ഷേ ഓൾറെഡി ഉള്ള ടൂൾസ് ഞാൻ പറയാം, അതിൻ്റെ അതേ ഐഡിയ തന്നെ നമുക്ക് എഡിറ്റിങ്ങിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ഓഡിയൻസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ട് അത് റീൽസ് ആക്കി തരുന്ന ധാരാളം ടൂൾസ് ഓൾറെഡി അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സെയിം ടെക്നോളജി തന്നെ മതിയുണ്ടല്ലോ, ഈ ഒരു ടെക്നോളജി തന്നെ മതിയാവുമല്ലോ. ഒന്ന് ബ്ലാങ്ക് സ്പേസുകൾ, അതായത് ഓഡിയോ ഇല്ലാത്ത അവസരങ്ങൾ,
പിന്നെ അതുപോലെ ബെസ്റ്റ് ഷോട്ടുകൾ, എവിടെയൊക്കെയാണ് ഓഡിയൻസിന് താല്പര്യം വരുന്നതെന്ന് നോക്കുക. ഇതൊക്കെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല ഇൻ്റർവ്യൂകളിലും പഞ്ച് ഡയലോഗായിട്ട് വരുന്നത്, പക്ഷെ അതിനൊക്കെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണല്ലോ നമ്മൾ പറഞ്ഞ ഒറിജിനൽ. നമുക്ക് ചില കാര്യങ്ങൾ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. അതായത് നോർമലി എങ്ങും ഇത് വർക്കായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നു, ഇതുവരെ ഈ ഒരു ഫോർമാറ്റിലുള്ളൊരു സംഭവം എങ്ങും വർക്കായിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ശ്രമിക്കുകയാണ്, അതൊരു ഒറിജിനൽ സംഭവമാണ്. അത് ഈ ടൂളിന് കൊടുത്താൽ അതിനത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. AI ചെയ്യുന്നൊരു കാര്യമുണ്ട്, മുഴുവൻ ലിങ്ക്ഡിൻ എടുത്ത് നോക്കാം. ലിങ്ക്ഡിൻ്റെ റൈറ്റപ്പുകൾ എത്ര ആവർത്തന വിരസമാണെന്ന്. കാരണം എല്ലാവർക്കും ഒരേ ശൈലി, ഒരേ ഭാഷ, ഒരേ സ്ഥലത്ത് പോയിന്റുകൾ. അതായത് ഇവഞ്ച്വലി നമ്മൾ കാണുന്ന, അതായത് ഈ ഒരു ടോപ്പ് ക്ലാസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത്, അതായത് ആ ഒരു അപ്പർ, അതായത് ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ഒരു ഭാഗത്തിൻ്റെ അവരുടെ വർക്കുകൾ എപ്പോഴും ഏറ്റവും മുകളിൽ നിൽക്കും. അതിന് താഴെയുള്ളവർ എത്ര ശ്രമിച്ചാലും അവർക്ക് ഈ ഒരു തലത്തിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അപ്പുറം ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് ഇതുകൊണ്ട് നിരന്തരം റിപ്പീറ്റ് ആയിട്ട്, ഉദാഹരണത്തിന് നമ്മൾ ന്യൂസുകൾ കാണുന്നു, വാർത്തകൾ കൊടുക്കുന്നു, ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്നു, അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഫോർമേഷനൊക്കെ സുഖമായിട്ട് പറ്റും. പക്ഷേ ക്രിയേറ്റീവായിട്ട്, അതായത് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് വേറിട്ട് നിൽക്കുന്ന സൂപ്പർ ഹിറ്റ് ഐഡിയാസൊക്കെ ഉണ്ടാകുന്നത് അതൊരിക്കലും നിലവിലുള്ള ടൂളുകൾ കൊണ്ട് സാധിക്കില്ല. അതായത് എപ്പോഴും സിനിമക്കാർ പറയുന്ന ഒരു കോട്ടുണ്ട്, ഒരു സിനിമ 2 പ്രാവശ്യം ജനിക്കുന്നു, ആദ്യം ഒന്ന് മനസ്സിലും പിന്നെ അഭ്രപാളിയിലും എന്ന് പറഞ്ഞ പോലെ. ആ മനസ്സിൽ ജനിക്കാത്തൊരു സാധനത്തെ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയും ഇവോൾവ് ചെയ്യാനുണ്ടെന്നും ഇനിയും കൂടുതൽ ടൂളുകൾ ലോകവ്യാപകമായിട്ട് തന്നെ പല സ്ഥലത്ത് നിന്നും വരുമെന്നുമാണ് താങ്കൾ പറയുന്നത്. ജോലി ഭാരത്തെ കുറയ്ക്കുകയും ക്രിയേറ്റിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുകയും സ്വതസിദ്ധമായ കഴിവിനെ ഇൻക്രീസ് ചെയ്യുകയും ആ ഒരു കഴിവില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പക്ഷെ അത് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അത് കൂടുതൽ സഹായിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ടൂളുകൾ ഉണ്ടാവട്ടെ, കൂടുതൽ AI വികസിക്കട്ടെ, ലോകത്തിന് തന്നെ നന്മയുണ്ടാവുന്ന ഈ പറഞ്ഞ മെഡിക്കൽ അങ്ങനെയുള്ള മറ്റ് രംഗത്തേക്ക് കൂടി AI വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.